അല്ലാഹ്, നീ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. നമ്മൾ എന്നിട്ടും നീ നോക്കി നിൽക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, ഒരുപാട് തെറ്റുകൾ പറയുന്നു. നീ എല്ലാം കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും എന്നിട്ടും നീ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അതിന് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ റബ്ബേ. കാരണം നീ വീണ്ടും അല്ലാഹ് എന്ന് വിളിക്കാൻ, ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും നീ അല്ലാഹ് എന്ന് വിളിക്കാൻ നീ തൗഫീഖ് നൽകുന്നുണ്ടല്ലോ എൻ്റെ റബ്ബേ. നമ്മൾ എത്ര തവണ നിന്നെ മറന്നാലും നീ ഒരിക്കൽ പോലും നമ്മളെ മറക്കുന്നില്ല. നമ്മൾ പാപങ്ങൾ കൊണ്ട് നിൻ്റെ വാതിലിൽ മുട്ടുമ്പോഴും നീ ദേഷ്യത്തോടെയല്ല, മറിച്ച് കാരുണ്യത്തോടെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. നീ എത്ര വലിയ തെറ്റ് ചെയ്താലും എന്നിലേക്ക് മടങ്ങി വരൂ, ഞാനെല്ലാം പുറത്തു തരാം എന്ന് നീ പറഞ്ഞിട്ടും ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഈ ദുനിയാവിൽ എന്താ ഉള്ളത്? നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമാണ് റബ്ബേ. എൻ്റെ അല്ലാഹ്, 1000 വട്ടം നമ്മൾ വഴിതെറ്റിപ്പോയാലും 10,000 വട്ടം നീ നമ്മളെ മാറോടണക്കാൻ കാത്തിരിക്കുകയാണ്. ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തിയപ്പോഴും ആരും കാണാതെ നമ്മൾ ഒഴുക്കിയ ആ കണ്ണുനീർ നീ വില നൽകി. നീ ആ കണ്ണുനീരിന് തിരിച്ച് സ്നേഹം നൽകി. നീ തരുന്ന ആ സമാധാനം അനുഭവിച്ചറിഞ്ഞവർക്ക് പിന്നെ നിൻ്റെ സ്നേഹമല്ലാതെ മറ്റൊന്നും അവർക്ക് വേണ്ടി വരില്ല. റബ്ബേ, യാ അല്ലാഹ്, നമ്മൾ ചെയ്ത തെറ്റുകൾ മറ്റാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവർ നമ്മളെ വെറുക്കുമായിരുന്നു. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും ആ തെറ്റുകളൊക്കെ മറച്ചു വെച്ച് നീ എന്നും നമ്മളെ അന്നവും ആരോഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നു. ശിക്ഷിക്കാൻ സർവാധികാരവും ശക്തിയും ഉണ്ടായിട്ട് പോലും നീ നമ്മളോട് കാണിക്കുന്ന ആ ക്ഷമയുണ്ടല്ലോ, ആ കാരുണ്യമുണ്ടല്ലോ, അതിൻ്റെ മാത്രം പ്രത്യേകതയാണ് യാ റബ്ബ്. യാ അല്ലാഹ്, നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിലെ തേങ്ങലുകൾ കേൾക്കുന്നവൻ നീയാണ്. ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ നിനക്ക് മടിയില്ല, പക്ഷേ ചോദിക്കാനാണ് നമുക്ക് മടി. എൻ്റെ കാരുണ്യ കടലിൽ നിന്ന് ഒരു തുള്ളി മതി ഞങ്ങളുടെ ജീവിതം നന്നാവാൻ. ഞങ്ങളെ നിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്തണേ യാ അല്ലാഹ്. എൻ്റെ റബ്ബേ, ജീവിതത്തിൽ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഇനി ആരുണ്ട് എന്ന് സങ്കടപ്പെടുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് നീ തരുന്ന ആ തോന്നലുണ്ടല്ലോ, അതൊരു പ്രത്യേക അനുഭൂതിയാണ്. നമ്മളെ ചേർത്ത് പിടിക്കാൻ നിൻ്റെ കാരുണ്യം കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്തിനാണ് വേറൊരു പേടി? അല്ലാഹ്, ലോകത്തെ സ്നേഹിച്ചപ്പോൾ നമുക്ക് സങ്കടങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ സങ്കടങ്ങളിലും ഒരു മധുരമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. തകർന്നു പോയ ഹൃദയങ്ങളുടെ കൂടെയാണ് നീ ഉള്ളതെന്ന് നിൻ്റെ വാഗ്ദാനം എത്ര സത്യമാണ്. അല്ലാഹുവേ, മരണം വരെ നിൻ്റെ തൃപ്തിയിൽ മാത്രം ഞങ്ങൾ ജീവിക്കാൻ അനുഗ്രഹിക്കണേ. നമ്മൾ ഒരു ചുവട് നിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ നീ 10 ചുവട് ഇങ്ങോട്ട് വരുന്നു. നമ്മൾ നടന്നടക്കുമ്പോൾ നീ ഓടിയെടുക്കുന്നു. ഇത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്ന മറ്റൊരു റബ്ബ് എവിടെയുണ്ട്? മറ്റൊരു രക്ഷിതാവ് എവിടെയുണ്ട്? നമ്മുടെ വായുവും വെളിച്ചവും അന്നവും നിൻ്റെ ദാനമാണ്. എന്നിട്ടും നന്ദി കാണിക്കാൻ മറന്നു പോകുന്ന ഞങ്ങളോട് നീ കാണിക്കുന്ന കാരുണ്യം അത്ഭുതം തന്നെ. യാ അല്ലാഹ്, ആരോടും പറയാൻ കഴിയാത്ത സങ്കടങ്ങൾ കൊണ്ട് ഹൃദയം ഭാരമാകുമ്പോൾ, ഒരു വരി പോലും തികച്ചു പറയാൻ കഴിയാതെ നമ്മൾ വിങ്ങുമ്പോൾ ആ തേങ്ങലുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നവൻ നീ മാത്രമാണ്. വാക്കുകളേക്കാൾ നമ്മുടെ മൗനത്തെ കേൾക്കുന്ന നിൻ്റെ ആ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എന്താ പറയേണ്ടത് എന്നെനിക്കറിയില്ല അല്ലാഹ്. ഒരുമ്മക്ക് തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ എത്രയോ മടങ്ങ് വലിയ സ്നേഹമാണ് നിനക്ക് ഞങ്ങളോടുള്ളത്. ഞങ്ങൾ വഴിതെറ്റി പോകുമ്പോഴും ഞങ്ങൾ തിരിച്ചു വരാൻ നീ വഴിയൊരുക്കുന്നു. നിൻ്റെ കാരുണ്യത്തിന് വാതിൽ നീ ഒരിക്കലും
അടയ്ക്കുന്നുമില്ല. ഞങ്ങളെ വഴിപിഴപ്പിക്കാതെ നിന്റെ നേർവഴിയിൽ ഉറപ്പിച്ചു നിർത്തണേ യാ അല്ലാഹ്. നമ്മൾ 1000 കുറവുകൾ അറിഞ്ഞിട്ടും നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ നീ ബഹുമാനമുള്ളവരാക്കി. നമ്മുടെ പാപങ്ങൾ നീ പരസ്യമാക്കിയിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ നമുക്കൊരിടവും ഒരു സ്ഥാനവും ഒരു വിലയും ഉണ്ടാകുമായിരുന്നില്ല. എല്ലാം മറച്ചു വെച്ച് വീണ്ടും വീണ്ടും നന്മ ചെയ്യാൻ അവസരം നൽകുന്ന നിൻ്റെ ആ കരുണയുടെ മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ നന്ദി പറയുക യാ അല്ലാഹ്? എല്ലാവരും കൈവിട്ടാലും നീ കൈവിടില്ല എന്നുറപ്പാണ് ഞങ്ങളുടെ ധൈര്യം. ലോകം ഇരുട്ടിലായി തോന്നുമ്പോൾ നിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് വഴികാട്ടുന്നു. മരണം വരെ നിൻ്റെ തണലിൽ മാത്രം ഞങ്ങളെ നിലനിർത്തണേ യാ അല്ലാഹ്. യാ കരീം, യാ അല്ലാഹ്, നമ്മൾ തനിച്ചിരുന്ന് കരയുമ്പോൾ ലോകം അതറിയുന്നില്ലെങ്കിലും നീ അത് കാണുന്നുണ്ടല്ലോ. ആരും കേൾക്കാത്ത നമ്മുടെ തേങ്ങലുകൾ നീ ഉത്തരം നൽകുന്നുണ്ടല്ലോ. ആശ്വാസം തേടി അലയുന്ന ഹൃദയങ്ങൾക്ക് നീ നൽകുന്ന ആ ശാന്തി ഉണ്ടല്ലോ, അതനുഭവിക്കാൻ കഴിയുന്നതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യം. യാ അല്ലാഹ്, നമ്മൾ ചോദിച്ച കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ചോദിക്കാൻ മറന്നുപോയതും എന്നാൽ നമുക്ക് അത്യാവശ്യതുമായ എത്രയോ അനുഗ്രഹങ്ങൾ നീ എന്നും എന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. നന്ദി പറയാൻ പോലും മറന്നു പോകുമ്പോഴും നിൻ്റെ കരുണയുടെ വാതിലുകൾ ഞങ്ങൾക്ക് മുന്നിൽ നീ അടക്കുന്നില്ലല്ലോ. എന്തൊരു സ്നേഹമാണിത്. അല്ലാഹ് അല്ലാഹ്, ഒരിക്കൽ തെറ്റ് ചെയ്താൽ മനുഷ്യർ നമ്മളെ മറുക്കുന്നു, അകറ്റി നിർത്തുന്നു. എന്നാൽ നിന്നോട് തെറ്റ് ചെയ്ത് 1000 വട്ടം മടങ്ങി വന്നാലും നീ എൻ്റെ ദാസൻ അല്ലെങ്കിൽ എൻ്റെ അടിമ, യാ ഇബാദി എന്ന് പറഞ്ഞു നമ്മളെ വരവേൽക്കുന്നു. നിൻ്റെ ആ കാരുണ്യത്തിൻ്റെ തണലല്ലാതെ മറ്റെവിടെയാണ് ഞങ്ങൾക്ക് അഭയം? യാ അല്ലാഹ്, എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുമ്പോൾ പുതിയൊരു വഴി തുറന്നു തരുന്നത് നീയാണ്. ഇരുട്ടിന് ശേഷം വെളിച്ചമുണ്ടെന്ന് നിൻ്റെ വാഗ്ദാനം എത്രയോ സത്യമാണ്. ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷണങ്ങളിലും നിൻ്റെ സ്നേഹം ഞങ്ങളെ താങ്ങി നിർത്തുന്നു. അൽഹംദുലില്ലാഹ് റബ്ബേ, നിൻ്റെ ഈ സ്നേഹത്തെ മനസ്സിലാക്കി ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിലായി മരിക്കാനും നീ നമുക്ക് തൗഫീഖ് നൽകണേ യാ അല്ലാഹ്. ആമീൻ.